സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ പൊന്നാനി, തൃത്താല. ആദ്യമായി നമുക്ക് പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. LDF സ്ഥാനാർത്ഥി MK സക്കീർ, UDF സ്ഥാനാർത്ഥി KP നൌഷദ് അലി, NDA സ്ഥാനാർത്ഥി E മനീഷ്. 2021 തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഏകദേശം 51% വോട്ട് വീതം നേടി ജയിച്ച മണ്ഡലമാണ്. ഓരോ സ്ഥാനാർത്ഥിയുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ പൊന്നാനിയിലെ വോട്ടർമാർ എങ്ങനെ അവരെ വിലയിരുത്തുന്നുവെന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിനും യുവജന പിന്തുണയിലും UDF ഒന്നാം സ്ഥാനത്താണ്. LDF പ്രാദേശിക വികസനത്തിൽ 2ാം സ്ഥാനത്തും യുവജന പിന്തുണയിൽ NDA 2ാം സ്ഥാനത്തുമാണ്. വോട്ടർമാരുടെ വിശ്വാസ്യതയിൽ LDF ആണ് 1ാം സ്ഥാനത്ത്, UDF 2ാം സ്ഥാനത്തും. നേതൃപാടവത്തിൽ UDF 1ാം സ്ഥാനത്താണ്, LDF 2ാം സ്ഥാനത്തും. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ LDFന് 1ാം സ്ഥാനവും UDFന് 2ാം സ്ഥാനവുമാണ് പൊന്നാനിയിലെ വോട്ടർമാർ നൽകുന്നത്. ഓരോ സ്ഥാനാർത്ഥിയുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഘടകങ്ങളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക AI നമുക്കായി അപഗ്രഥിക്കുകയാണ്. നമുക്ക് നോക്കാം പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന്. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സെമിയോട്ടിക്ക AI ഇവിടെ പ്രവചിക്കുന്നത്. LDF സ്ഥാനാർത്ഥി 46.87% വോട്ട് വീതം നേടുമെന്ന് സെമിയോട്ടിക്ക AI പ്രവചിക്കുകയാണ്. തൊട്ടു പിന്നിലുള്ള UDF സ്ഥാനാർത്ഥിക്ക് 45.74% വോട്ട് വീതവും ലഭിക്കുമെന്ന് സെമിയോട്ടിക്ക AI പറയുകയാണ്. NDA സ്ഥാനാർത്ഥിക്ക് 7.39% വോട്ട് വീതമാണ് പ്രവചിക്കുന്നത്. തൃത്താല മണ്ഡലത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ LDF സ്ഥാനാർത്ഥി MB രാജേഷ്, UDF സ്ഥാനാർത്ഥി VT ബൽറാം, NDA സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താല മണ്ഡലത്തിൽ MB രാജേഷ് നേരിയ ഭൂരിപക്ഷത്തിന് VT ബൽറാമിനെ പരാജയപ്പെടുത്തിയ മണ്ഡലമാണിത്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളിൽ തൃത്താലയിലെ വോട്ടർമാർ ഓരോ രാഷ്ട്രീയ പാർട്ടിയെയും എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലെ വിശ്വാസ്യതയിലും LDFനാണ് 1ാം സ്ഥാനം. ഈ ഘടകങ്ങളിൽ UDF 2ാം സ്ഥാനത്താണ്. എന്നാൽ നേതൃപാടവത്തിലും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിലും UDF 1ാം സ്ഥാനത്താണ്. LDF ഈ 2 ഘടകങ്ങളിലും 2ാം സ്ഥാനത്താണ്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഓരോ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക AI നമുക്ക് വേണ്ടി അപഗ്രഥിക്കുകയാണ്. നമുക്ക് നോക്കാം തൃത്താല മണ്ഡലം ആര് ജയിക്കും എന്നാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നതെന്ന്. ഇവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്. MB രാജേഷ് LDF സ്ഥാനാർത്ഥിക്ക് 45.55% വോട്ട് വീതവും UDF സ്ഥാനാർത്ഥിക്ക് 44% വോട്ട് വിഹിതവും NDA സ്ഥാനാർത്ഥിക്ക് 10.42 വോട്ട് ശതമാനവുമാണ് സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്. മറ്റൊരു മണ്ഡലവുമായി വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. See you soon.